Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതു തലവാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in youth. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്റ്റ് ഇൻ യൂത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക യുവജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. സുവിശേഷത്തെ ധൈര്യപൂർവ്വം പ്രഘോഷിച്ച ഒരു വിശുദ്ധൻ. വിജയം, ജീവിത വിജയം എന്നത് വിശ്വസ്തയോടെ സുവിശേഷം പ്രസംഗിക്കുന്നതാണെന്ന് പഠിപ്പിച്ച വിശുദ്ധനാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. ഇന്ന് ക്രൈസ്റ്റ് ഇൻ യൂത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുക സുവിശേഷം ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്ന തൃശൂർ അതിരൂപതയിലെ ജീസസ് യൂത്ത് സോണിലെ യുവജനങ്ങളാണ്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. I'm trading my sorrow, I'm trading my shame, I'm laying them down for the joy of the Lord. I'm trading my sickness, I'm trading my pain, I'm laying them down for the joy of the Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. Ooh la 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 la. Ooh la 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 la. Amen. Ooh la 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 la. Ooh la 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 la. Ooh la 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 la. Amen. Ooh la 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 la. Ooh la 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 la. Ooh la 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 la. Amen. Ooh la 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 la. Ooh la 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 la. Ooh la 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 la. Amen. Christ in youth. നമുക്ക് ഈ സമയങ്ങളിൽ ലോകമെമ്പാടുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്നേ ദിവസം ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഈ സമയങ്ങളിൽ നമുക്ക് വചനത്തിനായി നമുക്ക് കാതോർക്കാം. സഭാപ്രസംഗന്റെ പുസ്തകത്തിലുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സ്രഷ്ടാവിനെ സ്മരിക്കുക. സൂര്യനും പ്രകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും. വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും. വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും ശക്തന്മാർ കൂനിപ്പോവുകയും അരയ്ക്കുന്നവർ ആള് കുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധരാവുകയും ചെയ്യും. തെരുവിലെ വാതിലുകൾ അടയ്ക്കപ്പെടും. മാവ് പൊടിക്കുന്ന ശബ്ദം മന്ദീഭവിക്കും. പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും. ഗായികമാരുടെ ശബ്ദം താഴും. ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും. ബദാം വൃക്ഷം തളിർക്കും. പച്ചക്കുതിര ഇഴയും. ആശ അറ്റുപോകും. മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീതികളിലൂടെ നീങ്ങുകയും ചെയ്യും. വെള്ളിച്ചരട് പൊട്ടും. കനകപാത്രങ്ങൾ തകരും. അരുവിയിൽ വെച്ച കുടം ഉടയും. നീർത്തൊട്ടിയുടെ ചക്രം തകരും. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും. ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. സഭാപ്രസംഗൻ പറയുന്നു, മിഥ്യകളിൽ മിഥ്യ, സമസ്തവും മിഥ്യ. കർത്താവായ ഈശോയെ, ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്ന് യുവജനങ്ങൾ പറയുന്ന ഈ കാലഘട്ടങ്ങളിൽ
കർത്താവെ ഇരുവചനത്തിൽ പറയുന്നത് പോലെ കർത്താവിൽ ആശ്രയിക്കാനായിട്ട് യൗവനത്തിൽ ഈശോയ്ക്ക് വേണ്ടി ഓടുന്നവരായി ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന്, ഞങ്ങളെ അതിനുവേണ്ടി അഭിഷേകം ചെയ്ത് അയക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങേക്ക് വേണ്ടി നല്ലൊരു മകനും മകളുമായി ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർഗ്ഗം ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർഗ്ഗം ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. തൻ്റെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ക്രിസ്തു കൂടെ വേണമെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് മരിയ ജോർജ്. ഇന്നത്തെ നമ്മുടെ യൂത്ത് ഐക്കൺ മരിയയെ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുവാൻ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ, പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മരിയ ജോർജ്. ഞാനിപ്പോൾ ഡിഗ്രി കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തു. വീട്ടിൽ 5 പേരാണ്. ഞാൻ രണ്ടാമത്തെ ഒരാളാണ്. അപ്പനമ്മയും ജീസസ് യൂത്ത് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചെറുപ്പത്തിലെ വിശുദ്ധ കുർബാനയോടും പ്രാർത്ഥനയോടൊക്കെ ഭയങ്കര ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞങ്ങളെല്ലാവരും വളർത്തി കൊണ്ടുവന്നത്. എന്നാലും പലപ്പോഴും ഞാനും ഈശോ ആയിട്ടുള്ള ഒരു പേഴ്സണൽ കോൺവെർസേഷൻ ബിൽഡ് ചെയ്തത് ഒരു 7th ഗ്രേഡ് മുതലാണ്. ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ലോൺലി ആയിരുന്നു, ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അപ്പോൾ എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ എൻ്റെ റൂമിൽ ഒന്ന് ഓടിപ്പോയി കയറിയിരിക്കും. അവിടെ ഒരു ഈശോയുടെ രൂപവും പരിശുദ്ധ അമ്മയുടെ രൂപമൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും വിഷമമൊക്കെ വീട്ടിൽ ചെറുതായിട്ട് അപ്പനോടും ഒക്കെ വിഷമം സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈശോയോട് പോയി കുറേ സംസാരിക്കും, കുറേ കുറ്റപ്പെടുത്തും, കുറേ കരയും. അങ്ങനെ
പേഴ്സണലി ഈശോ ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈശോ ആയിട്ടൊരു കോൺവെർസേഷൻ, ഈശോ ആയിട്ട് ഡയറിയൊക്കെ എഴുതി. അങ്ങനെ ഈശോയെ ഒരു ചങ്ക് എന്ന് പറയുന്ന പോലെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാക്കിയിട്ട് മനസ്സിൽ കൂട്ടിക്കൊണ്ടുപോയ അന്നൊരു 7th ഗ്രേഡ് മുതൽ പിന്നെ ഈശോനെ കൂട്ടിവിട്ടിട്ടില്ല. എന്ത് കാര്യം എടുക്കുമ്പോഴും ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഈശോനോട് ഫസ്റ്റ് ചോദിക്കാനായിട്ടുള്ളൊരു പ്രിഫറൻസ് ഞാൻ ടോപ്പ് പ്രയോറിറ്റി പോലെ മനസ്സിൽ എപ്പോഴും വെച്ചിരുന്നു. ചെറിയൊരു മിഷൻ എക്സ്പീരിയൻസ് എൻ്റെ ജീസസ് യൂത്ത് സെംബ്രേക്ക് മിഷനിലൂടെ ഈശോനെ നടത്തിക്കൊണ്ട് പോയ ആ വഴികൾ ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കോളേജിൽ സെംബ്രേക്ക് മിഷൻ എന്നൊരു കാര്യം ഞങ്ങളുടെ കോളേജിൽ കോർ ടീമിൽ പറയുകയുണ്ടായി. അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു മിഷന് പോകണം, ഈശോനെ എക്സ്പീരിയൻസ് ചെയ്യണം, ഈശോനെ കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്ന് എനിക്ക് ഒരു മിഷന് പോകാൻ പറ്റും എന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ മിഷന് പോകാനായിട്ട് ഞാൻ സമ്മതം മൂളിയ സമയത്തായിരുന്നു അപ്പന് ഡെങ്കി ഫീവർ വരുന്നത്. ഭയങ്കരമായിട്ട് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പൻ ചോദിച്ചു, മോളെ പോവാൻ റെഡിയാണോ, ഓക്കെയാണോ? കാരണം എനിക്ക് അപ്പൻ വീട്ടിൽ തന്നെയായിരുന്നു. ഡെങ്കി ഫീവർ വരുമോ, അവിടെ ചെന്നിട്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. സ്ഥലം അറിയില്ല, ഒട്ടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ 4 സ്റ്റുഡൻസും ഒരു സിസ്റ്ററായിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. കുറേ പ്രതിസന്ധികളുണ്ടായിരുന്നു. തന്നെ കുക്ക് ചെയ്യണം, ഇത് സ്ഥലം അറിയില്ല, ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ കംപ്ലീറ്റ്ലി ഈശോയിലേക്ക് സറണ്ടർ ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോധ്യം മനസ്സിൽ നിന്ന് വന്നു. ഞാനവിടെ അപ്പനോട് പറഞ്ഞു, അപ്പ ഈശോ ആണ് എനിക്ക് ഈ ഒരു മിഷൻ യാത്ര ഒരുക്കി തന്നിട്ടുണ്ട്, ഈശോ എന്തായാലും അപ്പനെ സുഖപ്പെടുത്തും എന്നൊരു വാക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ യെസ് പറയാണ് കോളേജിൽ. ഞാൻ ആ യെസ് സമ്മതം പറഞ്ഞ നിമിഷം അപ്പൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് പയ്യെ കൂടാനായിട്ട് തുടങ്ങി. ഞാൻ യാത്ര തുടങ്ങി, മിഷനിലോട്ട് യാത്ര തുടങ്ങി. അങ്ങനെ കൊങ്ങിണി ഭാഷ മാത്രം സംസാരിക്കുന്ന 60ഓളം ക്രിസ്ത്യൻ ലാറ്റിൻ കുടുംബങ്ങളുടെ അടുത്തേക്കായിരുന്നു ഞങ്ങൾ എത്തിച്ചേർന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമം. പക്ഷേ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെ ഫുഡ് കുക്ക് ചെയ്യേണ്ട കാര്യം, അവിടെ ആരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല. പക്ഷേ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു, ഈശോയിലേക്ക് സറണ്ടർ ചെയ്തു. അത് തന്നെ ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ. ആദ്യം ഞങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ സെപ്റ്റംബർ മാസമാണ്, എല്ലാ വീക്കെൻഡ്സും അവർക്ക് ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് യൂത്തിനൊന്നും കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആകെ സങ്കടമായി. പക്ഷേ ഞങ്ങളെ പ്രാർത്ഥന കൈവിട്ടില്ല. ഞങ്ങൾ സിസ്റ്ററും ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺവെൻറ്റിൽ ഒരു പഴയൊരു കോൺവെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി തുറന്നത്. ആ കോൺവെൻറ്റിലെ ചാപ്പലിൽ ഞങ്ങൾ മുട്ടിപ്പായിട്ട് എൻ്റെ ഈശോയെ ഇതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ പദ്ധതി എന്താണെന്ന് ഈശോനോട് ചോദിച്ചു. വളരെ നെക്സ്റ്റ് ഡേ എന്ന് പറയട്ടെ, ഈശോ ഞങ്ങൾക്ക് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. ഞങ്ങൾക്ക് ഓരോ യൂത്ത് കുടുംബങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും അവരാരെങ്കിലും അന്ന് ലീവായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കുടുംബങ്ങളെ കാണാനും അങ്ങനെ കൊങ്ങിണി ഭാഷയും കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഈശോ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. ഞങ്ങൾ ആ വീട്ടിൽ കയറുമ്പം എന്തവരോട് സംസാരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങളവിടെ നല്ല രീതിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജെറുക്ക് പ്രേയറുകളിലൂടെയും ആ ഒരു ദേവാലയത്തിന് വേണ്ടിയിട്ട് ഭയങ്കര മനോഹരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു പ്രോഗ്രാമും ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് പോലും ഞങ്ങൾക്ക് ആ ഒരു വെള്ളിയാഴ്ച ഇവിടെ ഓണമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു യൂത്ത് പ്രോഗ്രാം ഞങ്ങൾ 4 പേര് കൂടി അവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു. ഭാഷയൊന്നും അറിയാതെ എനിക്കറിയില്ല, ആരാധനയ്ക്ക് അവരെല്ലാവരും കരയുന്നുണ്ടായിരുന്നു. അത് തന്നെ ഞങ്ങൾ എടുത്തു വെച്ച ആ സ്റ്റെപ്പിന് ഈശോ തന്ന വലിയൊരു പ്രതിഫലമാണെന്ന് ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഇപ്പോഴും ഈശോ തന്നൊരു ബോധ്യം ഇതാണ്, ബി എൻ ഇൻസ്ട്രുമെൻറ്റ്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടിരിക്കുക. ബാക്കിയെല്ലാം ഈശോയിലേക്ക് സറണ്ടർ ചെയ്യുമ്പോൾ ദൈവം തന്നെ അത് നയിച്ചോളും. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും, ജീവിതത്തിൽ എന്ത് ഘട്ടം വന്നാലും ഈശോ അറിയാതെ എൻ്റെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. ആ ഒരു പൂർണ്ണ ബോധ്യം എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ അടിയുറച്ചതുകൊണ്ട് ആ മിഷൻ യാത്ര ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്ത് പ്രതിസന്ധി ജീവിതത്തിൽ എന്ത് ഘട്ടം വന്നാലും ഈശോനെ കൂട്ടി വിളിക്കുക, ഈശോയോട് ചോദിക്കുക, ഈശോ എന്ത് ചെയ്യണം, ഈശോനിൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. ദൈവം നിങ്ങളൊരു വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റും. പ്രൈസ് ഗോഡ്. Christ in youth. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഈശോയുമായൊരു നല്ല ബന്ധമുണ്ടെങ്കിൽ അതിനെയെല്ലാം മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്ന് മരിയയുടെ അനുഭവം നമുക്ക് പറഞ്ഞു തന്നു. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി ഈശോയുമായുള്ള ഒരു നല്ല ബന്ധം വളർത്തിയെടുത്ത് തങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം കരം കോർത്തു പിടിച്ച് നമുക്ക് ലോകം മുഴുവനുള്ള എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം. ഈശോയെ നന്ദി, ആരാധന, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനായ ദൈവമേ, ഈ നിമിഷം എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങുമായുള്ള നല്ല ബന്ധം വളർത്തിയെടുത്ത് തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ഈശോയെ വിജയം കൈവരിക്കുവാൻ, വിജയിക്കുവാൻ ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റിന്റെയും തിന്മയുടെയും വഴിയിൽ നിന്ന് മാറി അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല മക്കളായി ജീവിക്കുവാൻ യുവജനങ്ങളെ ഈശോയെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നീ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. Christ in youth. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്പം വെളിച്ചം പകരുവാൻ, വിശ്വാസ ജീവിതത്തിലേക്ക് അല്പം കൂടി കഴിപിടിച്ച് ഉയർത്തുവാൻ നമ്മളെ സഹായിക്കാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുക ചാലക്കുടി നിത്യസഹായ മാതാ ദേവാലയത്തിലെ വികാരിയായിട്ടുള്ള നിക്സൺ അച്ഛനാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ അച്ഛാ. വിശ്വസിയായിരിക്കും സ്തുതിയായിരിക്കും. ഇരിക്കെല്ലാവരും. നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, നിങ്ങൾക്കും ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു വിഷയമാണ് ഇന്ന് ഈ കൂദാശകളുമായി ബന്ധപ്പെട്ട എപ്പിസോഡിൽ അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്കൊക്കെ ഒരു സ്വപ്നങ്ങളില്ലേ, യു പിയിലേക്ക് പോകണം, യു പി പഠിക്കുന്ന കൊച്ചിന് ഹൈസ്കൂളിൽ പോകണം, ഹൈസ്കൂളിൽ പഠിക്കുന്ന കൊച്ചിന് വീണ്ടും കോളേജിൽ പോകണം. അപ്പോൾ ആ സമയത്തൊക്കെ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വേറൊരു സ്വപ്നം കൂടിയില്ലേ, അങ്ങോട്ട് നോക്കാൻ, ഒന്ന് ചിരിക്കാൻ. കണ്ടുവച്ചിട്ടുണ്ട് അവരൊക്കെ ഇല്ല. ഏതായാലും വിവാഹത്തെ എന്ന കൂദാശയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയാമോ? വിവാഹം എന്ന കൂദാശ ആർക്കെ പറയാം? രണ്ട് വ്യക്തികൾ ഉടമ്പടിയിലൂടെ ഒന്നാകുന്ന കൂദാശയാണ് വിവാഹം. നല്ലൊരു ഉത്തരമാണ്. രണ്ട് വ്യക്തികൾ, അതായത് സ്ത്രീയും പുരുഷനും തമ്മിൽ, ദൈവം സൃഷ്ടിച്ച ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ, അല്ലാണ്ട് രണ്ട് പുരുഷന്മാരോ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളോ അല്ല, ദൈവം സൃഷ്ടിച്ച ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ മരണം വരെ വേർപിരിയാൻ പാടില്ലാത്ത വിശുദ്ധമായ സ്നേഹത്തിൻ്റെ ഐക്യമുളവാക്കുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം എന്ന കൂദാശ. ഇതൊരു കോൺട്രാക്റ്റ് അല്ല. അതായത് മാർച്ച് മാസത്തിൽ കല്യാണം കഴിച്ചിട്ട് അടുത്ത മാർച്ച് വരെ നമുക്ക് നോക്കാം, അങ്ങനെയല്ല. ഇതൊരു മരണം വരെ വേർപിരിയാൻ പാടില്ലാത്ത ഒരു ശാശ്വതമായൊരു ഉടമ്പടിയാണ്. മരണത്തിന് മാത്രമേ ഇവരെ വേർപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഇനി ഇതിൽ 3 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം ജീവിത പങ്കാളിയുടെ നന്മ. വിവാഹം ചെയ്യുന്നത് തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും ദൈവം സമൃദ്ധമായി സ്നേഹിക്കാനുള്ള കൃപ തന്നിട്ടുണ്ട്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഞാനും നിങ്ങളും പങ്കാളികളാണ്. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു സ്നേഹമാണ്. അപ്പോൾ വിവാഹത്തിലൂടെ ഒരു പുരുഷൻ തൻ്റെ ദൈവം തന്നിരിക്കുന്ന സ്നേഹം ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് സ്വയം സമർപ്പിക്കുകയാണ്, ദാനം ചെയ്യുകയാണ്, പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അവിടെ ജീവിത പങ്കാളിയുടെ നന്മയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അല്ലാതെ എനിക്ക് എൻ്റെ സ്നേഹം, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എന്നോട് പറഞ്ഞില്ല, എന്നോട് മിണ്ടിയില്ല, എന്നോട് നോക്കിയില്ല, അങ്ങനത്തെ ഒരു വാക്ക് അവിടെ വരില്ല. അവിടെ വരുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് ഇഷ്ടമായാവോ, എൻ്റെ ജീവിത പങ്കാളിക്ക് ഇത് നന്നായാവോ. അങ്ങനെ ജീവിത പങ്കാളിയുടെ നന്മയാണ് ഒന്നാമത്തെ ലക്ഷ്യം. 2, ഇവർക്ക് മക്കളും ഉണ്ടാകണം. ആ മക്കൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. മനസ്സിലായോ? മക്കളുണ്ടായി, ദൈവം തന്നു, അതുപോരാ, അവർ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. സന്താനങ്ങൾ ഉണ്ടാകുന്നതിനും അവരെ വിശ്വാസത്തിൽ വളർത്തുന്നതിനും, വെറുതെ വളർത്തിയാൽ പോരാ, അവർ നല്ല പൈസ ഒക്കെ കൊടുത്ത്, ഡൊണേഷൻ കൊടുത്ത് നല്ലൊരു സ്കൂളിലോ കോളേജിലൊക്കെ ആക്കി, അതുപോരാ, അവർക്ക് നല്ല ഡ്രസ്സൊക്കെ കൊടുത്തു, നല്ല ബൈക്ക് കൊടുത്തു, ഫോൺ കൊടുത്തു, പോരാ, അവരെ വിശ്വാസത്തിൽ വളർത്തണം. വിശ്വാസത്തിൻ്റെ അധ്യാപകരാണ് ഈ മാതാപിതാക്കൾ. അപ്പം 3 കടമകളാണ്. ഒന്ന് ജീവിത പങ്കാളിയുടെ നന്മ, ജീവിത പങ്കാളിയുടെ അപ്പോൾ നിങ്ങളുടെ അപ്പച്ചനെ അമ്മച്ചനെയൊക്കെ നോക്കുക, എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ അപ്പച്ചന് അമ്മച്ചിയുടെ നന്മയാണോ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇല്ലെങ്കിൽ പറയണം, അപ്പച്ച വിവാഹത്തിൻ്റെ ആദ്യത്തെ കടമ ഇതാണല്ലോ അപ്പച്ച, അല്ലെങ്കിൽ ചേച്ചിയോടൊക്കെ പറയണം. ജീവിത പങ്കാളിയുടെ നന്മ. 2, സന്താനങ്ങൾ ഉണ്ടാകണം, ഉണ്ടായാൽ പോരാ, അവരെ വിശ്വാസത്തിൽ വളർത്തണം. ഇനി വിവാഹത്തിൽ ഈ ദമ്പതികൾക്കുണ്ടായിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഐക്യം. ഒന്ന് എന്താണ് വേണ്ടത്? യൂണിറ്റി, ഐക്യം ഉണ്ടായിരിക്കണം. അതായത്
ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നാണ്. അതിൻ്റെ ഉള്ളിലേക്ക് LP ക്ലാസ്സിൽ പഠിച്ച ഒരാൾ കയറി വരുന്നു, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പരിചയപ്പെട്ട ഒരാൾ കയറി വരും. അവർക്ക് ഒരു സ്ഥാനവും അതിനുള്ളിൽ. വിവാഹത്തിലൂടെ ഭാര്യയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ അവർ രണ്ടുപേരുടെയും ഐക്യത്തെ തകർക്കാൻ ഒരാളില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞത്, ദൈവം പറഞ്ഞത്, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒരു ശരീരമാണ്. അപ്പോൾ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഈ ഭൂമിയിലെ ഒരു ഘടകത്തിനും ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തെ വേർപ്പെടുത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ ഈ വിവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈശോയുടെ ആ സഭയോടുള്ള സ്നേഹം, സഭ വധുവായിട്ടാണ് ഈശോ കണക്കാക്കുന്നത്. സഭ അത് എഫേസോസ്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇതൊരു രഹസ്യമാണ്. ഭാര്യയും ഭർത്താവിൻ്റെയും സ്നേഹം, അവരുടെ ജീവിതം, അതൊരു രഹസ്യമാണ്. നമുക്കറിയാൻ കഴിയാത്തൊരു വലിയൊരു രഹസ്യമാണ്. 2 അവിഭാജ്യതയാണ്, ഇൻഡിസോളിബിലിറ്റി. ഒരിക്കലും അത് വിഭജിക്കാൻ പാടില്ല. അത് മരണം വരെ ഒന്നായി നിൽക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ ഐക്യവും അവിഭാജ്യതയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യൂണിറ്റി ആൻഡ് ഇൻഡിസോളിബിലിറ്റി. മറ്റേത് ഗുഡ് ഓഫ് ദ സ്പൗസസ്, ജീവിത പങ്കാളിയുടെ നന്മ. കുട്ടികൾ ഉണ്ടായിരിക്കണം, ആ കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തണം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു വിവാഹം ഒരു വെല്ലുവിളിയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളല്ല, ഈ വിവാഹം എന്ന കൂദാശ സ്ഥാപിച്ചത് ദൈവമാണ്, ഈശോയാണ്. ആ ഉടമ്പടിയിൽ ദൈവമാണ് അവിടെ നമ്മുടെ മധ്യസ്ഥനായിട്ടുള്ളത്. അപ്പോൾ സ്ത്രീയും പുരുഷനും ഈശോ സ്ഥാപിച്ച വിവാഹം എന്ന കൂദാശയിൽ പങ്കുചേരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഈ ഭൂമിയിൽ അത് ഈശോയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാൻ ഒരു പുരുഷനെയും ഒരു സ്ത്രീയും ദൈവം തിരഞ്ഞെടുക്കുന്ന പാവനമായ വിശുദ്ധമായൊരു കൂദാശയാണ് വിവാഹം. ആ കൂദാശയിലേക്ക് ഏറ്റവും വിശുദ്ധിയോടെ നിങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിവാഹത്തെ ഏറ്റവും വിശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Christ in youth. വിശുദ്ധ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നുണ്ട്, പത്രോസിനെ സ്നേഹം കയ്യാപ്പാസിന്റെ നടുമുറ്റത്തെത്തിച്ചു. അവിടെ വെച്ച് പത്രോസിൽ സ്നേഹവും ഭയവും തമ്മിൽ മൽപ്പിടത്ത് നടത്തി. ഭയം സ്നേഹത്തെ കീഴ്പ്പെടുത്തിയെന്ന്. അങ്ങനെ പത്രോസ് ക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഭയമാണ് ഈശോയെ ഏറ്റുപറയുവാനും ഈശോയുടെ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും തടസ്സം നിൽക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം റോമിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ പേടിച്ച് വിറച്ച് ഓടിയ പത്രോസിനെ വഴിയരികിൽ ക്രിസ്തു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് ഓടുന്നത്? പത്രോസ് തൻ്റെ ജീവിതത്തിൽ ഭയത്തെ കീഴടക്കി ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ച് രക്തസാക്ഷിയായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ധീര പടയാളികളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ സൈനിങ് ഓഫ്.